എങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോഡക്റ്റ് ആഡ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് നിങ്ങളുടെ ഷോപ്പിലത്തെ ഒരു പ്രോഡക്റ്റ് എങ്ങനെ ആഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഈ സെൻറ്ററിലുള്ള സ്റ്റോറിൻ്റെ പേജ് ഉണ്ടല്ലോ, ഒരു സർക്കിൾ ബട്ടൺ ബ്ലൂ കളറിൽ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സ്റ്റോറിൻ്റെ സ്ക്രീനിലോട്ട് പോകും. അവിടെ വലത്തായ ഒരു പ്ലസിൻ്റെ ഒരു സ്വിച്ച് ഉണ്ടല്ലേ, ബട്ടൺ, ആ ഒരു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രോഡക്റ്റ് ആഡ് ചെയ്യാനുള്ള പേജിലോട്ട് പോകും. ഈ പ്രോഡക്റ്റ് ആഡ് ചെയ്യാനുള്ള പേജിൽ പ്രോഡക്റ്റിൻ്റെ പേര് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഞാൻ കേബേജാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഞാൻ കേബേജ് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത് നിർബന്ധമല്ല, ഓപ്ഷണലാണ്. ഓക്കെ. പിന്നെ ആ കേബേജ് ഏത് കാറ്റഗറിയിലാണ് വരികയെന്ന് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രോഡക്റ്റ് ഏത് കാറ്റഗറിയിലാണ് വരിക സെലക്ട് ചെയ്യുക. ഞാൻ കാറ്റഗറി ചൂസ് ചെയ്തിട്ട് ഇത് വെജിറ്റബിളിലാണ് വരിക. അപ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ എന്നുള്ള കാറ്റഗറി ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഒരു 30 രൂപ എന്ന് കൊടുത്തു. ഓക്കെ, 30 രൂപയാണ് ക്യാബേജിൻ്റെ റേറ്റ് എന്ന് കൊടുത്തു. ക്യാബേജ് നമ്മൾ ഒന്ന് ഫുള്ളായിട്ട് അങ്ങനെയൊക്കെയല്ലേ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു ക്യാബേജിന് 30 രൂപ നോർമലി വരുന്ന റേറ്റ് ഞാൻ കൊടുത്തു. അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി ക്യാബേജിന് തന്നെ എന്താ പറയുക, പല വേരിയൻസുകളൊക്കെ വരും. അതായത് വലിയ ക്യാബേജ്, ചെറിയ ക്യാബേജ്, മീഡിയം ക്യാബേജ്, അങ്ങനെയൊക്കെ. അപ്പോൾ അതിന് എങ്ങനെ പ്രൈസ് ആഡ് ചെയ്യാനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുന്നേ ഈ ഒരു പ്രൈസുമൊക്കെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് എന്തെങ്കിലും ആഡ് ചെയ്യണം. ക്യാബേജിന് ഡിസ്കൗണ്ട് ഒന്നും ആരും അങ്ങനെ ആഡ് ചെയ്യില്ല. അതല്ല, നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് പറഞ്ഞുതരാം. ഈ പ്രൈസിന് തൊട്ട് നേരെ ആഡ് ഡിസ്കൗണ്ട് ആയിട്ടില്ല. ആ ഒരു ആഡ് ഡിസ്കൗണ്ടിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിന് ടൈപ്പ് എന്താ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 10 രൂപ കുറവ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എമൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡിസ്കൗണ്ടിൻ്റെ 10 രൂപ എന്ന് കൊടുത്താൽ മതി. ഇനി അതല്ല, പേഴ്സൻറ്റേജ് ആണ്, ഇത്ര ശതമാനമാണ് ഡിസ്കൗണ്ട് കുറവ് എന്നുള്ളതെന്നുണ്ടെങ്കിൽ പേഴ്സൻറ്റേജിന് കൊടുത്തിട്ട് ഇപ്പോൾ 5% ആണ് 5 എന്ന് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ റിമൂവ് ഡിസ്കൗണ്ട് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഈ ക്യാബേജ് എത്ര സ്റ്റോക്ക് ഉണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഷോപ്പിലൊരു 8 ക്യാബേജ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ 8 എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ 8 ക്യാബേജിൻ്റെ മാഷിങ് ആയിട്ടുള്ളത് ഇതിൽ കിലോഗ്രാമും ഗ്രാമൊന്നുമല്ല, പീസസ് ആണ്. അപ്പോൾ അതുകൊണ്ട് പീസസ് ഉള്ള യൂണിറ്റ് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇനി ക്യാബേജിനെ വലിയ ക്യാബേജ്, ചെറിയ ക്യാബേജ്, മീഡിയം ക്യാബേജ്, അതിനൊക്കെ പല പല റേറ്റിൽ ഉണ്ടാവുക. അപ്പോൾ അത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് വേരിയൻ്റ് എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ, ആ ഒരു ആഡ് വേരിയൻ്റ് ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കളർ, സൈസ്, വെയിറ്റ് എന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് ക്യാബേജ് ആയതുകൊണ്ട് തന്നെ കളറൊന്നുമല്ല, സൈസാണ്. ഒന്നെങ്കിൽ സൈസ് ചൂസ് ചെയ്യാം, വെയിറ്റ് ചൂസ് ചെയ്യേണ്ട, സൈസ് ചൂസ് ചെയ്യുന്നതിന് ക്യാബേജിന് ബെറ്റർ. അപ്പോൾ സൈസ് ചൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ലാർജ് എന്ന് കൊടുക്കുന്നുണ്ട്, ലാർജ്. അതേപോലെ തന്നെ പിന്നെ കൊടുക്കാനുള്ളത് മീഡിയം. അത് നിങ്ങൾക്ക് ഉള്ളതിനനുസരിച്ച് കൊടുക്കട്ടോ. ഞാൻ ഇപ്പോൾ ലാർജും മീഡിയവും മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ലാർജിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലാർജിൻ്റെ പ്രൈസ് ഞാനൊരു 30 കൊടുക്കാം. നേരത്തെ കൊടുത്താൽ 30 ലാർജിൻ്റെ പ്രൈസാണെന്ന് വെച്ചിരിക്കുക. 30 ഇവിടെ കൊടുത്തു. 30 ലാർജ് ക്യാബേജുകൾ എത്ര ഉണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അത് 5 എന്ന് കൊടുത്തു. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ മീഡിയം ക്യാബേജ്, മീഡിയം സൈസുള്ള ക്യാബേജിന് എത്ര റേറ്റ് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാനൊരു 20 കൊടുത്തു. എന്നിട്ട് അതിൻ്റെ സ്റ്റോക്ക് ഒരു 6 5 തന്നെ ആയിക്കോട്ടെ, 5 എന്ന് കൊടുത്തു. എന്നിട്ട് ഇവിടെ ആ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ നിങ്ങൾ കൊടുക്കണം. ഐറ്റം ഇമേജ് എന്നുള്ള അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഗാലറിയിൽ നിന്ന് ആ ഒരു ക്യാബേജിൻ്റെ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്യാബേജിൻ്റെ ഫോട്ടോ അവിടെ കറക്റ്റ് വെച്ചു. പിന്നെ താഴെ നിങ്ങൾക്ക് ഇനിയും ഫോട്ടോ വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷേ അത് ഓപ്ഷനലാണ്, നിർബന്ധമല്ല. ഒരു ഫോട്ടോ മസ്റ്റായിട്ട് ഒരു ഫോട്ടോ പക്ഷേ കൊടുക്കണം. എന്നിട്ട് താഴെ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആ ക്യാബേജിനുള്ള പ്രോഡക്റ്റ് ഇവിടെ ആഡ് ആയത് കാണാൻ പറ്റും.